കൂട്ടുകാരെ, ആദീസ് പൊന്നു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറി വയ്ക്കാൻ പോകുന്നത്. ഇന്നത്തെ രാത്രിയിലത്തെ ആഹാരം ചിക്കൻ കറിയും ചപ്പാത്തിയാണ്. അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിൽ വെറൈറ്റി കറിയാണ്, നല്ല ടേസ്റ്റുള്ള. ഇതിൽ ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഇത്രയും കൂടെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 ചെറിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 2 തക്കാളി, അത് ഞാൻ അരിഞ്ഞില്ല, കട്ട് ചെയ്തില്ല. ഈ 2 തക്കാളി നമുക്ക് ലാസ്റ്റ് പേസ്റ്റ് ആക്കിയിട്ട് ഇതിനകത്ത് ഇടാനാണ്. അപ്പോൾ ആദ്യം ഞാൻ എണ്ണ ഒഴിച്ച് ഉള്ളി വഴട്ടാനിടുന്നു. അപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. സവാള ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ ഉള്ളി വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ്, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെ അരച്ച് വെച്ചിരുന്ന ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതും കൂടെ ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് മസാല ഇടാം. അപ്പോൾ നമ്മളിട്ട സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയിലയുടെ മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഞാൻ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മറ്റേ മസാല എല്ലാം അടിച്ച അരപ്പിൽ വെള്ളം ഒഴിച്ചിട്ടാണ് എടുത്തത്, മിക്സിയുടെ ജാറിൽ. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ഇത് നന്നായിട്ട് വേകട്ടെ, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് കാണും. അപ്പോൾ മസാല എല്ലാം പിടിച്ച് സെറ്റായത്. നമുക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് ഇളക്കിയിട്ട് മുളക് പൊടി ഞാൻ ഇടുന്നില്ല ഇതിൽ. അടുത്തത് മല്ലിപ്പൊടി മതിയാവും. പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും. നമുക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടെ ഇടാം. ഞാൻ ഗരം മസാല ഇടാം. ഇത് ഗരം മസാല ഞാനിതിൽ 1 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ മതിയാവും. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് കൂടെ വയ്ക്കാം. മസാല നന്നായിട്ട് വേകാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മല്ലിയിലേക്ക് ഇട്ട് ചിക്കനെല്ലാം വെന്ത് മല്ലിയിലയും കറിവേപ്പില ഞാൻ ലാസ്റ്റ് ഇട്ട് അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം. അപ്പം നമ്മുടെ ചിക്കൻ കറി, എനിക്ക് ചിക്കൻ എടുക്കാൻ പറ്റുന്നില്ല. ചിക്കൻ നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ എടുക്കാൻ നല്ല ചൂടുണ്ട്. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഫോളോ ചെയ്യുന്ന എൻ്റെ ചാനൽ. അപ്പം ടാറ്റാ.